ഐ വാസ് റിയലി അമേസ്ഡ്. കാരണം നല്ല ബാൽക്കണി, സീ വ്യൂ ഉണ്ട്. പിന്നെ റോഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ലുലു മറ്റേ ബൈപ്പാസ് നല്ലൊരു ഇതാണ്. നല്ല വിൻഡി, നല്ല കാറ്റ്, നല്ല കാറ്റ്. പിന്നെ ജനറൽ കൺസ്ട്രക്ഷനും അവരുടെ കോമൺ ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഹാപ്പിയാണ്. അവരുടെ പ്രൊജക്ട് പ്രോഗ്രസ്സും ഒക്കെ അവരുടെ കമ്മിറ്റ് ചെയ്ത ടൈമിലൊക്കെ നടക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഓൾസോ ഗുഡ്. ഞാൻ രാധാകൃഷ്ണൻ, വൈഫ് അനു. ഞാനൊരു പ്രവാസിയായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്താണ്, പൂജപ്പുരയാണ് എൻ്റെ വീട്. ആ പ്രവാസിയാവുന്നതിന് മുമ്പ് ഞാൻ കുറേ നാൾ ഡൽഹിയിലുണ്ടായിരുന്നു. പിന്നെ ബോംബെയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നു. അവിടെയൊക്കെ ഞാൻ ഫ്ലാറ്റ്സിലായിരുന്നു താമസിക്കുന്നത്. ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, ഹൈ റൈസ്. അപ്പോൾ എനിക്ക് വീടിനേക്കാട്ടിൽ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്ന എനിക്കൊരു ഫ്ലാറ്റ് വേണം, അപ്പാർട്ട്മെൻറ്റ് വേണമെന്ന് ഒരു ആഗ്രഹം വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻക്വയറി ചെയ്തു. അപ്പോൾ വൺ ഓഫ് ദ ടോപ്പ് ബിൽഡേഴ്സ്, ആർടെക്, എനിക്കറിയാമായിരുന്നു. പിന്നെ ഇതിലേക്ക് ഫൈനലൈസ് ചെയ്യാൻ കാരണം എൻ്റെ കസിൻ, ഇവരുടെ ആർടെക്കിൻ്റെ ഒരു ലെക്സസ് എന്ന് പറഞ്ഞ ശാസ്താംകോട്ടത്തിൽ വലിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കണ്ടു. ഐ വാസ് ഹാപ്പി. ഞാൻ അല്ലാതെ തന്നെ എനിക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ എൻ്റെ കസിന് ഇവിടുത്തെ CEO ആയിട്ടുള്ള ഒരു പേഴ്സണൽ കോണ്ടാക്ട്സും ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ മിസ്റ്റർ അശോക്, പുള്ളിയെ കണ്ട് ഒരു ദിവസം ഫൈനലൈസ് ചെയ്തു. അപ്പോൾ ഞാൻ എലൈറ്റ്, അവരുടെ ഒരു ലൈഫ് സ്പേസസ് എന്ന് പറഞ്ഞിട്ട് NH ബൈപ്പാസിൽ കഴക്കൂട്ടം, ഇൻഫോസിസിനടുത്ത്, ഫ്രം ലുലു ടുവേഴ്സ് ടെക്നോ പാർക്ക്, അവരുടെ ഒരു 4 ടവറുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു. അതിൽ എലൈറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ 15th ഫ്ലോറിൽ ഒരു 4 BHK അപ്പാർട്ട്മെൻറ്റാണ്. അതെടുത്തിരുന്നു. എനിക്ക് അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ പ്ലാനൊക്കെ സ്റ്റഡി ചെയ്തു, എൻ്റെ സറൗണ്ടിങ്സ് ഒക്കെ മനസ്സിലാക്കി. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രോയിങ് ഏരിയ ആണെന്ന് മനസ്സിലായി, ഡെവലപ്പിംഗ് ഏരിയ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. അല്ലാതെ ഞാൻ അതിനു മുമ്പ് തന്നെ പല പ്രൊജക്ട്സും പലരുടെയും ഞാൻ ഇവിടെ കാണുകയും ചെയ്യുന്നു. സിറ്റിക്കകത്ത് കൺജഷൻ എനിക്ക് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇതൊരു ഡെവലപ്പിംഗ് ഏരിയ ആയതുകൊണ്ട് ആ ഏരിയ ഫൈനലൈസ് ചെയ്തും. പിന്നെ ആർടെക് ഓഫ് കോഴ്സ് ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. എനിക്ക് പ്രൊജക്ട് ഡീറ്റെയിൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ നല്ല ഡീലിങ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാനത് വേണ്ടി പോയി. അപ്പോഴത് എൻ്റെ എല്ലാം കഴിഞ്ഞു. അത് എന്നായിരുന്നു 25th ഓഗസ്റ്റ് ആയിരുന്നു എൻ്റെ ഹൗസ് വാമിങ് 2025. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ന് വിനായക ചതുർത്ഥി ദിവസം ഒരു സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് കീ ഹാൻഡിങ് പറയാൻ നടന്നത്. അപ്പം ഞാൻ ഹാപ്പിയാണ്. അവരുടെ പ്രൊജക്ട് പ്രോഗ്രസ്സും ഒക്കെ അവരുടെ കമ്മിറ്റ് ചെയ്ത ടൈമിലൊക്കെ നടക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് വർക്ക് ഈസ് ഓൾസോ ഗുഡ്. ഞാൻ അവരുടെ ഇന്റേണൽ ടീമിനെ കൊണ്ട് തന്നെയാണ് ഇൻറ്റീരിയർ വർക്ക്സും ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ ട്രിവാൻഡ്രത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനത് ഹൗസ് വാമിങ്ങിന് 1 വീക്ക് ബിഫോറാണ് ഞാൻ വന്നത്, അപ്പാർട്ട്മെൻറ്റിൽ പോയി കണ്ടത്, മുകളിൽ പോയി കണ്ട്. അപ്പോൾ ഐ വാസ് റിയലി അമേസ്ഡ്. കാരണം നല്ല ബാൽക്കണി, സീ വ്യൂ ഉണ്ട്. പിന്നെ റോഡ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ലുലു മറ്റേ ബൈപ്പാസ് നല്ലൊരു ഇതാണ്. നല്ല വിൻഡി, നല്ല കാറ്റ്, നല്ല കാറ്റ്, വളരെ ഓപ്പൺ ലൈറ്റ്, കാറ്റ്, എല്ലാം വളരെ സൗകര്യമുള്ള ഫ്ലാറ്റാണ്. പിന്നെ ജനറൽ കൺസ്ട്രക്ഷനും അവരുടെ കോമൺ ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ക്വൈറ്റ് ഓക്കെ എന്ന് തന്നെ എനിക്ക് പറയാം. സോ അങ്ങനെയാണ്. ബാക്കി ആൾക്കാരൊക്കെ അവിടെ ദേ ഹാവ് സ്റ്റാർട്ടഡ് ലിവിങ്. ആൻഡ് ഞാനും എന്തെങ്കിലും പ്ലാൻ ചെയ്യണം അവിടെ. Okay, that's it.